സർഗാത്മക രചനയും പരിഭാഷയും രണ്ടല്ലെന്നുള്ളൊരു സങ്കല്പത്തിലാണോ പരിപൂർണമായും പരിഭാഷയിലേക്ക് തന്നെ തിരിഞ്ഞത്? ഞാനത് രണ്ടും രണ്ടല്ല എന്നല്ല പറഞ്ഞത്. അതിൻ്റെ മൗലികമായ സ്വഭാവത്തിന് വളരെയധികം സാമ്യമുണ്ട്. രണ്ടും ആത്യന്തികമായ വിശകലനത്തിൽ ഒരേ പ്രക്രിയയുടെ രണ്ട് ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ രണ്ട് മുഖങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടും ഒന്നാണെന്നല്ല പറയുന്നത്, രണ്ടും വ്യത്യാസമുണ്ട്. ഈ കാഴ്ചയുടെ വ്യത്യാസങ്ങൾ പറഞ്ഞല്ലോ. ഈ പരിഭാഷയിൽ ഈ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട്. കാരണം അത് ഓൾറെഡി റെക്കോർഡഡ് ആണ്, പ്രീ റെക്കോർഡഡ് സംഗതിയിൽ നിന്നാണ് നിങ്ങൾ അത് റീക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം വളരെ പ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. മൗലിക കൃതി നമ്മൾ പറയുന്നത് പരിഭാഷയും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, ഇതിൽ പരിഭാഷകൻ്റെ റോ മെറ്റീരിയൽ അത് പ്രീ റെക്കോർഡഡാണ്. ആ ഒരു വ്യവസ്ഥ ആക്കി കഴിഞ്ഞ സംഗതിയാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ പരിഭാഷകന് അതിൽ ഉള്ള സ്വാതന്ത്ര്യം, അതിൽ കൂടെ അദ്ദേഹത്തിന് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോഴാണ് ചില സമയത്ത് മൂലത്തിനേക്കാൾ അതിശയിച്ചിരിക്കുന്നു പരിഭാഷ എന്ന് വായിക്കുന്നവർക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയും ആദ്യത്തെ റെക്കോർഡ് ചെയ്തിട്ടുള്ള കാഴ്ചയും കൂടി അത്രയധികം സിങ്ക്രണൈസ് ചെയ്യുകയും ചിലപ്പോൾ കുറേയും കൂടി വ്യക്തമായിട്ട് ആ കാഴ്ച പകർത്താൻ കഴിയും, വീണ്ടും പകർത്താൻ കഴിയും ചെയ്യുന്നതുകൊണ്ടാണ്. പ്രധാനപ്പെട്ട പരിഭാഷ ധർമ്മപദമാണല്ലോ. അത് എന്തുകൊണ്ടാണ് ധർമ്മപദം തിരഞ്ഞെടുക്കാൻ ഉണ്ടായ കാരണം? ദാർശനികമായ എന്തെങ്കിലും? ധർമ്മപദം തിരഞ്ഞെടുക്കാനുള്ള കാരണം, ഞാൻ ഈ ആദ്യം കുറേ കവിതകളൊക്കെ എഴുതിയിരുന്നല്ലോ. പൊതുവെ അതിലൊക്കെ ഒരു ദാർശനിക സ്വഭാവം ഉള്ളതായിട്ട് കാണാം. രണ്ട് സ്വഭാവങ്ങളാണുള്ളത്. ഒന്ന് ഒരു ദാർശനികത, പിന്നെ ഈ അധികാരത്തിൻ്റെ പ്രശ്നം. ഈ രണ്ട് കാര്യങ്ങളാണ് കാര്യമായിട്ട് കവിതയിൽ ആഴ്ന്നത്തിൽ നോക്കിയാൽ കാണാം. ഒരിടയ്ക്ക് ഞാൻ കുറേ ഈ മതസംബന്ധമായിട്ടുള്ള മതത്തിൻ്റെ തത്വങ്ങൾ അടങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഒരു പ്രധാന മതങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ വേണമെന്നുള്ള നിലയ്ക്ക്. പിന്നെ ഹിന്ദു മതത്തിനെക്കുറിച്ച് ഞാൻ മുമ്പ് കുറേ വായിച്ചിട്ടുണ്ട്, ഉപനിഷത്തുകളും കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ബൈബിൾ വായിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഖുറാൻ വായിച്ചു, എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. ഈ പാർസികളുടെ സുറാഷ്ട്രിയനിസം അവരുടെ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് തർജ്ജമ വായിച്ചു. പിന്നെയാണ് ഈ ബുദ്ധൻ്റെ എത്തിയത്. ബുദ്ധൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് വായിക്കുന്നതിൻ്റെ ഇടയിലാണ് ധർമ്മപദത്തിൻ്റെ ഒരു ഇംഗ്ലീഷ് തർജ്ജമ വായിക്കാനുണ്ടായത്. ആ ഇംഗ്ലീഷ് തർജ്ജമ എന്നെ വളരെയധികം ആകർഷിച്ചു. എന്നിട്ട് എനിക്കൊരു ലേഖനം എഴുതേണ്ടി വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച്, ധർമ്മപദത്തിനെ കുറിച്ച് എഴുതി. അതിൽ കുറേ വരികൾ തർജ്ജമ ചെയ്തു, അതിൽ ചേർത്തു. അങ്ങനെ ചേർത്തപ്പോൾ ഈ വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഗദ്യത്തിൽ ചെയ്തുകൊണ്ട് 2-3 ഇത് കഴിഞ്ഞപ്പം പിന്നെ എങ്ങനെയോ ഈ ഗദ്യങ്ങൾ അത് ശ്ലോകരൂപത്തിലാണ് എന്ന് മനസ്സിലായി. അത് ആദ്യം അത് ഡെലിവറേറ്റ് ഉണ്ടായതല്ല, അതെങ്ങനെയോ അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ലേഖനം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ കൂടി അതുകൊണ്ട് ഇത് മുഴുവൻ ചെയ്തുകൂടെ എന്ന് ചോദിച്ച് അവരുടെ പ്രേരണ മുഖാന്തരമാണ് അത് ചെയ്യാൻ കാരണം. പിന്നെ എനിക്കതിൽ വളരെയധികം ഒരു കമ്പം കൊണ്ടു. അത് കലാകൗമുദിയിൽ സീരിയലൈസ് ചെയ്തു, പുസ്തകമായിട്ട് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഈ അനുഭവം എന്നെ വളരെ ഒരു സത്യത്തിലേക്ക് നയിച്ചു. ഞാൻ ഇത്രയും കാലം കുറേ കവിതകൾ എഴുതി, കുറേ ആൾ നന്നായി എന്ന് പറഞ്ഞിട്ട്, കുറേ ആൾ ദുർഗ്രഹമാണെന്ന് പറയുന്നുണ്ട്, അങ്ങനെ പല റിയാക്ഷനൊക്കെ ഉണ്ടെങ്കിലും ഈ ധർമ്മപദം മാതിരിയുള്ള ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു കൃതിക്ക് വായനക്കാരിൽ നിന്നും കിട്ടിയ പ്രോത്സാഹനവും അഭിനന്ദനവും ഒക്കെ നോക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ എന്താണ് എഴുത്തുകാർ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു പുതിയ വെളിച്ചം കിട്ടി. നമ്മൾ എഴുതുന്ന പല സംഗതികളും, നമ്മൾ സർഗാത്മക സാഹിത്യമാണെന്ന് പറഞ്ഞ് എഴുതുന്ന പല കൃതികളും വാസ്തവത്തിൽ ഒരു താൽക്കാലികമായ ഒരു ചെറിയ ഇളക്കം ഉണ്ടാക്കാൻ മാത്രമേ ഉതകുന്നുള്ളൂ എന്നും മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അവിടെ ചില ചലനങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ കൃതികളാണ് വാസ്തവത്തിൽ എഴുത്തുകാർ
എഴുതേണ്ടത് എന്നുള്ള ഒരു ബോധം മനസ്സിലുണ്ടായി. ഇതാണ് ഇതിൻ്റെ പ്രധാന സംഗതി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പലർക്കും സൗകര്യപ്പെടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല, അതിനുള്ള സാധനങ്ങൾ ലഭ്യമാവില്ല, കിട്ടാനുണ്ടാവില്ല. ഇപ്പോൾ ഈ ധർമ്മബോധം തന്നെ നമ്മുടെ മലയാളത്തിൽ മുമ്പ് 4 തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ കിട്ടാനില്ല. ഇതിൻ്റെ ഒറിജിനൽ മൂലഭാഷയിൽ നിന്ന് വായിക്കാനോ അത് ആൾക്കാർക്ക് അറിയില്ല, സൗകര്യമില്ല, അറിയില്ല, അത് കിട്ടുമെന്നുമില്ല. ഇങ്ങനെ സംഗതി ഉണ്ടെന്ന് അറിയില്ല. ഇത് വന്നപ്പോഴാണ് ഇങ്ങനെ സംഗതി ഉണ്ടെന്നും ഈ ബുദ്ധ സാഹിത്യത്തിൽ അത്രയധികം അമൂല്യമായ ഗ്രന്ഥങ്ങളുള്ള ഒരു ബോധം തന്നെ പലർക്കും ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലായി. അതല്ല, ഇത് ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്നും എനിക്ക് പല ആൾക്കാരുടെ കത്തുകളിൽ നിന്നും നേരിട്ട് സംസാരിച്ചതെന്നും മനസ്സിലായി. ഇതിൻ്റെ പല ഭാഗങ്ങളും ആളുകൾ കാലത്ത് ഈ ടേപ്പ് സ്വയം ചൊല്ലി ടേപ്പ് ചെയ്ത് കാലത്ത് കേൾക്കുക, രാത്രി കേൾക്കുക, പിന്നെ എന്തെങ്കിലും മനസ്സിന് വിഷമമുണ്ടാകുന്ന ഓരോ ഭാഗങ്ങൾ എടുത്ത് വായിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാൻ സാധിക്കും. ഇതെന്നൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ ഇത് വാസ്തവ ശ്ലോകത്തിലാണ് മുഴുവൻ എഴുതിയിട്ടുള്ളത്. പൊതുവേ പദ്യങ്ങൾ വായിക്കാൻ ആൾക്കാർക്ക്, സാധാരണ ആൾക്കാർക്ക് താല്പര്യം കുറവാണെന്ന് നമുക്ക് അറിയാലോ. അങ്ങനത്തെ ആളുകൾ കൂടിയും ഇത് ഗദ്യപദ്യം എന്നുള്ള യാതൊരു വിഷമം കൂടാതെ, ഇത് സാഹിത്യമാണോ സാഹിത്യമല്ലയോ എന്നുള്ള ആലോചന കൂടാതെ അവരുടെ നിത്യജീവിതത്തിൽ ഉതകുന്ന മാതിരി ഇതിനെ സ്വീകരിച്ചു. എനിക്കൊരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു, ഒരു വെളിപാട് മാതിരിയായിരുന്നു. അപ്പോൾ ഇത്തരം ഗ്രന്ഥങ്ങൾ കഴിയുന്നത്ര മലയാള വായനക്കാർക്ക് കിട്ടാവുന്ന പ്രയത്നം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം. ഈ ധർമ്മപദം പാലി ഭാഷയിലെ മൂലകൃതി. അതെ. പാലി ഭാഷ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പാലി പഠിച്ചിട്ടില്ല. പാലിയിൽ എനിക്ക് എഴുതാനും പറ്റില്ല. പക്ഷേ പാലി ഭാഷ വായിച്ചാൽ ഒരു പരിധി വരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താ കാരണത്തിൽ എനിക്ക് സംസ്കൃതം കുറച്ചൊക്കെ അറിയാം. അതായത് വലിയ പണ്ഡിതനൊന്നല്ലെങ്കിലും സംസ്കൃതം കുറച്ച് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ കൃതികൾ പലതും ഞാൻ വായിച്ചിട്ടുണ്ട്, കുറച്ച് അതിൻ്റെ ഉണ്ട്. അപ്പോൾ ഈ സംസ്കൃതത്തിൻ്റെ ഒരു മൂല സമ്പ്രദായമാണ് പാലി അതുമാതിരി പല അർത്ഥമാഗതി, പ്രാകൃതം, അങ്ങനെ പല ഡയലക്ട്സ്, ലോക്കൽ ഡയലക്ട്സ് ഉണ്ടായിരുന്നു, സംസാര ഭാഷകളുണ്ടായിരുന്നു. പലതിനും ലിപിയൊന്നുമില്ല. അങ്ങനത്തെ കുറേ ഭാഷകൾ ആദ്യകാലത്തുണ്ടായിരുന്നു. ഇതിൽ നിന്ന് സംസ്കരിച്ചെടുത്തതാണ് സംസ്കൃതം. അപ്പോൾ ഈ സംസ്കൃതം ഉപരിവർഗത്തിൻ്റെ ഭരണഭാഷ, വ്യവഹാര ഭാഷയായിരുന്നപ്പോൾ സാധാരണ ജനങ്ങളുടെ വ്യവഹാര ഭാഷയും സംസാര ഭാഷയും പാലിയായിരുന്നു. ബുദ്ധൻ തൻ്റെ പ്രവചനങ്ങളൊക്കെ പാലിയിലാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിനൊരിക്കൽ ശിഷ്യൻ ആരോ ചോദിച്ചു, ഇതൊക്കെ നമുക്ക് ഒന്ന് രേഖപ്പെടുത്തി വെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സംസ്കൃത ശ്ലോകത്തിൽ എഴുതി വെക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, ഞാൻ സാധാരണ ആൾക്കാരോട് ആണ് സംസാരിക്കുന്നത്, അവർക്ക് മനസ്സിലാവുന്ന പാലിയാണ്, അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ സംസാരിക്കുന്നത് എന്നുകൂടി പറയണ്ടേ. അപ്പോൾ ഈ പാലി നമുക്ക് തൽക്കാലം പരിചയമില്ലെങ്കിലും അത് അത്ര പ്രയാസമുള്ള സംഗതിയല്ല. പാലിയും സംസ്കൃതം അറിയുന്നില്ലെങ്കിൽ പിന്നെ ഞാനിതിൻ്റെ ഇപ്പോൾ ചെയ്യുന്നത്, ഇതിൻ്റെ CD ROM ഉണ്ട്. ത്രിപിടകങ്ങൾ മുഴുവൻ അടങ്ങുന്ന ഒരു CD ROM ഉണ്ട്. അതിൽ ഇതിൻ്റെ ഒരു ഡിക്ഷണറി ഉണ്ട്. അതെനിക്ക് എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൂത്രനിപാതത്തിനെ പറ്റി പറഞ്ഞല്ലോ. ഈ സൂത്രനിപാതം എന്ന് പറയുന്നത് ഈ ത്രിപിടകങ്ങൾ എന്നുള്ള ബൗദ്ധ സാഹിത്യ സഞ്ചയത്തിലെ 3 പിടകങ്ങളിൽ രണ്ടാമത്തെ ഇതായിട്ടുള്ള സുത്ത പിടകത്തിലെ ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ ഒരു ഗദ്യത്തിലുള്ള എൻ്റെ ഒരു ചെറിയൊരു ഭാഗം വായിക്കാം. ഇത് കൃഷി ഭാരദ്വാജ സൂത്രം എന്ന് പറഞ്ഞ സൂത്രത്തിലുള്ളതാണ്. സൂത്രനിപാതത്തിലെ 4ാമത്തെ സൂത്രമാണ്. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പല കഥകളും ഇങ്ങനെയാണ് പറയുക, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഭഗവാൻ മഗധ രാജ്യത്ത് ദക്ഷിണഗിരിയിലെ ഏകനാളായം എന്ന ബ്രാഹ്മണ ഗ്രാമത്തിൽ തങ്ങുകയായിരുന്നു. വിതക്കാലമായിരുന്നതിനാൽ കൃഷി ഭാരദ്വാജ ബ്രാഹ്മണൻ്റെ 500 കലപ്പകൾ ഉഴവു പണിയിലായിരുന്നു. ഭിക്ഷുവസ്ത്രവുമണിഞ്ഞ് ഓടുമേന്തി ഭഗവാൻ
ഉച്ചയ്ക്ക് മുമ്പ് കൃഷിയിടത്തിലെത്തി. ഉച്ചയൂണിൻ്റെ നേരമായിരുന്നതിനാൽ ഭഗവാൻ പന്തിയിലേക്ക് നടന്നു. ഭഗവാൻ ഊണിനു വേണ്ടി നിൽക്കുന്നത് കൃഷിഭാരദ്വാജൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, ഹേ ശ്രമണ, ഞാൻ ഉഴുന്നു വിതയ്ക്കുന്നു, ഉഴുത് വിതച്ച് ഉണ്ണുന്നു. ഹേ ശ്രമണ, അങ്ങും ഉഴുതും വിതച്ചും ഉണ്ണുക.